ഇന്ത്യൻ മിത്തോളജിയിൽ അല്ലെങ്കിൽ പുരാണത്തിലെ ഏറ്റവും എപ്പിക് ആയിട്ടുള്ള ഹീറോ ആണ് ശിവൻ അല്ലെങ്കിൽ പരമശിവൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കഥകളാണ് നിലവിലുള്ളത്. വേറൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ആദ്യത്തെ അവതാരമായ മഹാവിഷ്ണു പോലും ആരാധിച്ചിരുന്ന ആളാണ് നമ്മുടെ പരമശിവൻ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ശക്തനായ കഥാപാത്രമാണ് ശിവൻ. ശിവന്റെ കഥകളൊക്കെ വായിച്ചാൽ ഒരു പ്രത്യേകതരം ആരാധനയായിരിക്കും അദ്ദേഹത്തോട് നമുക്ക്. തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു അസുരനാണോ ദേവനാണോ എന്ന് പോലും നോക്കാതെ തിരിച്ച് സ്നേഹിക്കുന്ന പക്ഷാപാതം ഇല്ലാത്ത ആൾ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നും ചെയ്യുന്നയാൾ. മറിച്ചാണെങ്കിൽ തന്റെ തൃക്കണ്ണ തുറന്ന് തന്റെ മുന്നിലുള്ള ആരെയും ഭസ്മാക്കി കളയുന്ന മറ്റൊരു മുഖമുള്ള ശിവൻ. അങ്ങനെയാണ് അവർ ശിവനെ കാണുന്നത്. സ്നേഹമാണെങ്കിൽ സ്നേഹം, ദേഷ്യമാണെങ്കിൽ ദേഷ്യം. കോപത്തിന്റെയൊക്കെ പാരന രൂപം പരമശിവൻ തൃക്കണ്ണ തുറന്നാൽ എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സെപ്പറേറ്റ് ആയ കഥകളാണ്. പക്ഷെ അറ്റ് എ ടൈം ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഹാനായ പരമശിവനും മഹാനായ കൃഷ്ണനും യുദ്ധം ചെയ്ത ഒരു കഥയുണ്ട്. ഭൂരിഭാഗം പേർക്കും ഈ കഥ അറിയത്തേയില്ല. ആ ഒരു കഥയാണ് ഞാനിന്ന് പറയാം, ദ ബാറ്റിൽ ഓഫ് ലോർഡ്സ്. പുരാണങ്ങളിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദൈവങ്ങൾ തമ്മിലുള്ള പോരാട്ടം.